എല്ലാവർക്കും സുൽത്താൻ റേഡിയോ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ഇൻ്റർ കൂളർ, സാധാരണ ഇൻ്റർ കൂളറിൽ ഓയിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് ഇൻ്റർ കൂളറിനുള്ളിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ പോയി അത് ഉരുവി ഇൻ്റർ കൂളറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സെറ്റായി. അപ്പോൾ ഇന്ന് അത് ക്ലീൻ ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓക്കെ, അകത്തുണ്ടായിരുന്നതാണ് ഇത്. കണ്ടോ, പ്ലാസ്റ്റിക് പോലുള്ളൊരു ഐറ്റം. ഇത് കണ്ടോ, കംപ്ലീറ്റ് ലെയർ എല്ലാം അടഞ്ഞിരിക്കുകയായിരുന്നു. ഇത് കണ്ടോ, അപ്പോൾ അത് പ്ലാസ്റ്റിക് ആരോ എടുത്ത് കവറിങ്ങും എല്ലാം ചെയ്തതിൽ ഈ പ്ലാസ്റ്റിക് അകത്ത് പെട്ടുപോയതായിരിക്കണം. കണ്ടോ, കംപ്ലീറ്റ് അടഞ്ഞു. ഇനി ഓരോ ലെയറിൽ നിന്നും ഈ സാധനം പുറത്തെടുത്ത് കളയണം. എല്ലാ ഭാഗങ്ങളിലും ഇരിപ്പുണ്ട് ഈ പ്ലാസ്റ്റിക് പോലുള്ളതായതുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും കുടുങ്ങാതെ സൂക്ഷിക്കുക. അങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതേപോലെ പോയി ഉരുവി അത് സൈഡിലിരിക്കും. പിന്നെ അത് ഒന്നിന്ന് ഇളക്കി മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓരോ ലെയറും നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. സെല്ല് കംപ്ലീറ്റ് എല്ലാം ഓപ്പൺ ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡല്ല, ഈ രണ്ട് സൈഡിലും എല്ലാ ലെയറും നന്നായി വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ അതിലൂടെ സർക്കുലേഷൻ പോലും ഉണ്ടാവും. അപ്പോൾ ഇനി സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്മൾ ആ ഇൻ്റർ കൂളർ ക്ലീൻ ചെയ്ത് നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ്റർ കൂളറൊക്കെ ഇളക്കി വെക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവർക്ക് ആ രണ്ട് സൈഡും അടച്ചു വയ്ക്കാറുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് കടക്കുന്ന സമയത്ത് ചെറിയ പ്ലാസ്റ്റിക്കുകൾ വെച്ച് അടയ്ക്കാതിരിക്കുക. അതുപോലെ ശ്രദ്ധയോടെ അത് എടുത്തു മാറ്റാമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് പോയാൽ നമ്മൾ ശ്രദ്ധിക്കില്ല. ഇൻ്റർ കൂളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശം പോലെയാണ് വണ്ടിക്ക്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാവരും, ഈ ചാനൽ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുമ്പോട്ട് ഒരുപാട് വീഡിയോകൾ ഇതേപോലെ പോസ്റ്റ് ചെയ്യാൻ പറ്റും.